ശ്രീ പ്രിന്റു മഹാദേവ്, വിശ്വാസങ്ങളുടെ ഒരു പ്രതീകമാണ് പൂരം എന്ന് പറയുന്നത്. ആചാര പെരുമ നിലനിർത്തിക്കൊണ്ട് തന്നെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഏറ്റവും വലിയ ചരിത്രപ്രസിദ്ധമായ തൃശ്ശൂർ പൂരം, അതിൻ്റെ സുരക്ഷാ കാര്യങ്ങളടക്കം വിശദീകരിക്കുന്ന അവലോകന യോഗത്തിലാണ് ഇത്തരത്തിലുള്ള മതചിഹ്നങ്ങൾ പാടില്ല എന്ന് ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ വളരെ ഭംഗ്യാന്തരേണ അദ്ദേഹം അത് അവതരിപ്പിക്കുകയാണ്. അതായത് മതരാഷ്ട്രീയ ചിഹ്നങ്ങൾ പാടില്ല എന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രീയ ചിഹ്നങ്ങളുടെ പേരിൽ കഴിഞ്ഞ കാലത്ത് നേരിടേണ്ടി വന്ന വിമർശനങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹൈക്കോടതി പോലും അതിരൂക്ഷമായ ഭാഷയിലാണ് ദേവസ്വം വകുപ്പിനെയും അതോടൊപ്പം തന്നെ അതിന് ഉത്തരവാദപ്പെട്ട ഭാരവാഹികളെയും വിമർശിച്ചത്. അതിനോടൊപ്പം ചേർത്തു വയ്ക്കുകയാണോ ഒരുപക്ഷെ ഒരു ഗൂഢലക്ഷ്യമായി തന്നെ CPM ഈ മതചിഹ്നങ്ങളും പാടില്ല എന്നുള്ളത്? ക്ഷേത്രത്തിൽ മതചിഹ്നമല്ലാതെ പിന്നെ എന്താണ് നടപ്പിലാക്കേണ്ടത്? തീർച്ചയായും ഒന്നാമത് ഈ തൃശ്ശൂർ പൂരത്തെ വർഷങ്ങളായി അലങ്കോലമാക്കാനും അതിനെ മുടക്കാനുള്ള ആസൂത്രിതമായ ശ്രമവുമായിട്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും CPM-ഉം കൃത്യമായിട്ട് കേരളത്തിൽ അവരുടേതായിട്ടുള്ള നയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അത് നമ്മൾ കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിലടക്കം നമ്മൾ കണ്ടതാണ്. വളരെ മനോഹരമായിക്കൊണ്ട് ഒരുപക്ഷെ ഈ ലോകത്തിന്റെ തന്നെ ഒരു ദേശീയ ഉത്സവമായിട്ടാണ് തൃശ്ശൂർ പൂരത്തെ ലോക മലയാളികൾ ആഘോഷമാക്കുന്നത്. കേവലം ഒരു തൃശ്ശൂരിനെ മാത്രമല്ല, നമ്മുടെ മാനവിക സംസ്കാരത്തിന്റെ, ഹൈന്ദവ സംസ്കാരത്തിന്റെ, അതോടൊപ്പം തന്നെ എല്ലാറ്റിന്റെയും കൂടി ഒത്തൊരുമയുടെ ഒരു പ്രതീകമായിട്ടാണ് ഈ തൃശ്ശൂർ പൂരം നമ്മൾ ആഘോഷിക്കുന്നത്. സ്വാഭാവികമായിക്കൊണ്ട് തന്നെ ഒരു ഹൈന്ദവ വിശ്വാസികളുടെ വലിയൊരു മേളയാണ് ഈ തൃശ്ശൂർ പൂരം. കാരണം താന്ത്രിക വിധികളാൽ 48 മണിക്കൂർ ഹൈന്ദവ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളിൽ അണുനട വ്യത്യാസമില്ലാതെ നടക്കുന്ന പൂരമാണ്. 8ഓളം ചെറുപൂരങ്ങൾ വരുന്നു. ആ പൂരത്തിലൊക്കെ തന്നെ ദേവതമാരുടെ തിടമ്പേറ്റിക്കൊണ്ടുള്ള ഗജവീരന്മാരുടെ വരവാണ് നമ്മൾ കാണുന്നത്. ശ്രവ്യ, ദൃശ്യ, അതോടൊപ്പം തന്നെ മനസ്സിന്റെ കുളിർമയുള്ള അനവധി കാഴ്ചകൾ ഈ പൂരത്തിലുണ്ട്. സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ പൂരം എല്ലാവിധ ജനവിഭാഗങ്ങളെയും ആകർഷിക്കാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമായിക്കൊണ്ടുള്ള ഹൈന്ദവ പൂരമാണ്. അവിടെയാണ് ഈ വാസവനെ പോലെയുള്ള ആളുകൾ ഒരു പ്രത്യേക രീതിയിൽ ഫത്വ പുറപ്പെടുവിക്കുന്നത്. നമ്മളിങ്ങനെ പൊതുവെ ഫത്വ പുറപ്പെടുവിക്കുന്നതൊക്കെ കണ്ടിട്ടുള്ളത് ഇസ്ലാമിക പണ്ഡിതന്മാരാണ്. അവർ ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ ഫത്വ പുറപ്പെടുവിക്കാറുണ്ട് ഈ ഇന്ന കാര്യങ്ങളിലൊക്കെ. അങ്ങനെ ഈ ഫത്വ പുറപ്പെടുവിക്കാൻ ഈ വാസവൻ ആരാണ്? ഒന്ന്, പിണറായിയുടെ വിഡ്ഢി മന്ത്രിസഭയിലെ ഏറ്റവും വിഡ്ഢിയായിട്ടുള്ള മന്ത്രിയാണ് വാസവൻ. അങ്ങനെയുള്ള വ്യക്തിക്ക് എന്തെങ്കിലും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇറക്കുമോ? ഒന്ന്, ഹൈന്ദവ ആചാരങ്ങളും വിശ്വാസങ്ങളും ഹൈന്ദവ ചിഹ്നങ്ങളും ഹൈന്ദവ ബിംബങ്ങളുമല്ലേ ഒരു ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട തൃശ്ശൂർ പൂരത്തിനകത്ത് ഉപയോഗിക്കുക. അപ്പൊ അവിടെ പറയുകയാണ്, ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന്റെ ചടങ്ങുകളിൽ നിന്ന് അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ, അങ്ങനെയാണെങ്കിലും ഒക്കെ നമുക്കത് ശരിയാണ്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചിഹ്നങ്ങളും കൊടികളും ഒക്കെ നിങ്ങൾ മാറ്റിവെക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി നല്ലതാണെന്ന് വെക്കുന്നു. അദ്ദേഹം പറയുന്നത് എന്താണ്? മതപരമായിട്ടുള്ള ചടങ്ങുകളും അല്ലെങ്കിൽ മതപരമായ ചിഹ്നങ്ങളും ഒക്കെ നിങ്ങൾ ഉപേക്ഷിക്കണം, അത് വെക്കാൻ പാടില്ല എന്ന് പോലീസിന് കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? ഇപ്പൊ നോക്ക്, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും പ്രൗഢഗംഭീരമായിട്ടുള്ള ചടങ്ങ് എന്ന് പറയുന്നത് കുടമാറ്റമാണ്. ആ കുടമാറ്റ സമയത്ത് വർണ്ണക്കുടകൾ, ആ വർണ്ണക്കുടകളിലൊക്കെ തന്നെ നമുക്കറിയാം വിവിധ തരത്തിലുള്ള ബിംബങ്ങൾ ഉണ്ടാവാറുണ്ട്, വിവിധ തരത്തിലുള്ള ചിഹ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ ചിഹ്നങ്ങളൊക്കെ ഹൈന്ദവ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹിന്ദു ദേവതന്മാരുടെ ചിഹ്നമാണ്. കൃഷ്ണന്റെയും രാമന്റെയും ഭഗവതിയുടെയും ഒക്കെ തിടമ്പുകളാണ് സ്വാഭാവികമായി അവിടെ ഏറ്റുവരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചിത്രങ്ങളും ചിഹ്നങ്ങളും കാണിക്കണ്ട എന്ന് പറയാൻ ഈ വാസവന്റെ വീട്ടിലെ 16 അടിയന്തരമല്ലല്ലോ ഇവിടെ നടക്കുന്നത്, തൃശ്ശൂർ പൂരമാണല്ലോ. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരന്റെ വീട്ടിലെ 16 അടിയന്തരത്തിന് അവന് വേണമെങ്കിൽ പറയാം, ഞങ്ങളുടെ വീട്ടിനകത്ത് ഈ ആചാരം വേണ്ട, അനുഷ്ഠാനം വേണ്ട, മതം വേണ്ട, ഒന്നും വേണ്ട, ഇവിടെ നടക്കുന്നത് തൃശ്ശൂർ പൂരമാണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പൂരം നടത്തുന്നത് ഒരു ഗവൺമെന്റിന്റെയും സപ്പോർട്ടോട് കൂടിയിട്ടല്ല. പൂരം നടന്നത് 2 ദേവസ്വങ്ങളാണ്. ആ ദേവസ്വങ്ങൾ കൃത്യമായിട്ട് ഹിന്ദു ആചാര അനുഷ്ഠാനങ്ങൾ ഇവിടെ കൃത്യമായി നടപ്പിലാക്കുന്ന 2 ആളുകളാണ്. അപ്പൊ അതുകൊണ്ടുള്ള അവരെ ഏതൊക്കെ രീതിയിലാണ് ഇപ്പോ വലിഞ്ഞു മുറുക്കാനുള്ള ശ്രമം നമുക്കറിയാം. കാരണം എക്സിബിഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ എക്സിബിഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ പൂരത്തെയും ഈ 2 ദേവസ്വങ്ങളെയും തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. കാരണം ഈ ദേവസ്വങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഹൈന്ദവ സംസ്കാരത്തോടും ഹൈന്ദവ സനാതന മൂല്യങ്ങളോടും ഹൈന്ദവർക്കൊക്കെ വിഷയങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ തന്നെ പ്രതികരിച്ച 2 ദേവസ്വങ്ങളാണ് തിരുവമ്പാടിയും പാറമേക്കാവും. അപ്പൊ അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ഈ 2 ദേവസ്വങ്ങളോട് സ്വാഭാവികമായിട്ട് വലിയ രീതിയിലുള്ള പ്രതികാര ബുദ്ധിയുണ്ട്. ആ പ്രതികാര ബുദ്ധിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ഫത്വ ഇറക്കുന്നത്. വാസവൻ സത്യത്തിൽ ഹിന്ദു സമൂഹത്തിനോട് ഈ പൂരം തുടങ്ങുന്നതിനേക്ക് മുമ്പ് പൂരം അലങ്കോലമാക്കുന്നതിനെതിരെ ഇപ്പൊ മാപ്പ് പറയുകയാണ് വേണ്ടത്. കാരണം നമ്മൾ മനസ്സിലാക്കണം, ഈ കേരളത്തിൽ തന്നെ ആഘോഷങ്ങളും വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരൻ നടത്തുന്ന അമ്പലങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ള പേക്കൂത്ത് നമ്മൾ കണ്ടതാണ്. ചെഗുവേരയുടെ പാട്ട്, അതുപോലെ CPM-ന്റെ കൊടികൾ ഉയർത്തുന്നു. അങ്ങനെയുള്ള സാധനത്തിൽ കോടതി ഇടപെട്ടുകൊണ്ടാണ് പറഞ്ഞത്. അവിടെ പറഞ്ഞത് എന്താണ്?
ഈ അമ്പലങ്ങൾ വിശ്വാസികളുടേതാണ്. അവിടെ വിശ്വാസവും ആചാര അനുഷ്ഠാനപരമായ കാര്യങ്ങളാണ് നടത്തേണ്ടത്. അവിടെ ഈ പാർട്ടിക്കാരുടെ കൊടിയോ ചിഹ്നങ്ങളോ തോരണങ്ങളോ ഉണ്ടാകാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് പറയുന്നത്. ആ ഹൈക്കോടതി പറഞ്ഞതിന് പവർ പിടിച്ചുകൊണ്ട് ഹൈന്ദവ ക്ഷേത്രത്തിൽ ഹൈന്ദവ ചിഹ്നങ്ങൾ വേണ്ട എന്ന് പറയാനുള്ള അഭിനവ ബാബറാണ് ഈ വാസവൻ. അപ്പൊ അതുകൊണ്ട് ഇത് പിണറായി വിജയന്റെ സപ്പോർട്ട് കൂടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു പ്രസ്താവന ഇറക്കിയതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാസവൻ അത്രയും പെട്ടെന്ന് ഈ പൂരം വലിയ രീതിയിൽ നടക്കാൻ പോവുകയാണ്. ഒരു കഴിഞ്ഞ വർഷം തന്നെ ഈ പൂരം ഈ CPM-കാരും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും പൂരം മുടക്കിയതിന്റെ വലിയ രീതിയിലുള്ള വിഷമം തൃശ്ശൂർക്കാർക്കും ഈ കേരളത്തിലെ മുഴുവൻ പൂരപ്രേമികൾക്കുമുണ്ട്. അപ്പൊ അതുകൊണ്ട് വീണ്ടും ഈ പൂരത്തെ വീണ്ടും വലിയ രീതിയിൽ വിഭജനത്തിന്റെയും വർഗീയതയുടെയും അതോടൊപ്പം തന്നെ ഹൈന്ദവ സംസ്കാരത്തെ തകർക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് വാസവൻ കരുതുന്നത്. അതിന് എന്ത് വില കൊടുത്തും ചെറുക്കും, ഒരു സംശയം വേണ്ട. പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും കുടമാറ്റ ചടങ്ങിനകത്ത് ഹൈന്ദവ ദേവന്മാരുടെ ചിഹ്നങ്ങൾ ഉയരുക തന്നെ ചെയ്യും. അത് തകർക്കാനും അതിനെ തൊടാൻ ധൈര്യമുണ്ടെങ്കിൽ പിണറായി വിജയന്റെയും വാസവന്റെയും ഒക്കെ പോലീസ് വരട്ടെ. ഞങ്ങളൊക്കെ ഇവിടെയുണ്ട്, ഞങ്ങളൊന്ന് കാണുമല്ലോ.